റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്. മന്ദഹാസം കേൾക്കുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നും, പക്ഷെ പാടി തുടങ്ങുമ്പോൾ മനസ്സിലാവും ഒന്ന് കൺട്രോൾ ചെയ്ത് പാടിയില്ലെങ്കിൽ അങ്ങ് പാളിപ്പോകുന്ന ഒരു സംഗതിയാണ്. സ്വരം വളരെ സിമ്പിളാണ്, ആ റൂട്ട് വളരെ സിമ്പിളാണ്, പക്ഷെ ആ പാടുന്ന ഒരു സ്റ്റൈലാണ് ശ്രദ്ധിക്കുന്നത്. രണ്ടാമത്തത്. എല്ലാവർക്കും നമസ്കാരം. ഗായക പ്രിയയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാൾ മുമ്പ് മഴ എന്ന ചിത്രത്തിലെ വാർമുകിലെ വാനിൽ നീ എന്ന ഗാനത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോയിൽ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തത് ആദ്യത്തെ ആ ഒരു വരിയിലാണ്. ആ ഒരൊറ്റ വരിയിൽ വരുന്ന വ്യത്യസ്തമായ സംഗതികളെക്കുറിച്ച് മാത്രമാണ് ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. കമൻറ്റുകളിൽ പിന്നീട് കാണുകയുണ്ടായി അതിൻ്റെ ഫുൾ സോങ് ഒന്ന് നൊട്ടേറ്റ് ചെയ്യുമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ പാട്ടിൻ്റെ ഒറിജിനൽ സ്കെയിൽ സി സ്കെയിലാണ്, ഒരു ഘട്ട ശ്രുതിയാണ്. അത് തന്നെയാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളതും. പാട്ടിൻ്റെ തുടക്കത്തിൽ ഒരു ഹമ്മിങ് പോർഷൻ വരുന്നുണ്ട്. അത് മെയിൽ സിംഗർ പാടി ഫീമെയിൽ സിംഗർ റിപ്പീറ്റ് ചെയ്യുന്നത് പോലെയാണ്, പക്ഷെ എങ്കിൽ പോലും അതിൽ ചെറിയ കുഞ്ഞു കുഞ്ഞു വ്യത്യാസങ്ങളുണ്ട്. ആദ്യത്തെ ഹമ്മിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് സാ എന്ന നോട്ടിലാണ്. മെയിൽ പാടുന്നത് ആ നോട്ടിലാണ് അവസാനിപ്പിക്കുന്നത്. പക്ഷേ ഫീമെയിൽ അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്ന് സായിലാണ് അവസാനിപ്പിക്കുന്നത്. സനി സപ നി സാ മഗ പ മഗ ഗ സാ ഗമ പനി സഗാ മഗ സഗ സനി സനി പനി പപ മഗ മഗ പ മഗ നി സഗ. ഇത് ഫീമെയിൽ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്. ഇപ്പോൾ പാടിയ ഈ ഒരു ഹമ്മിങ്ങിൻ്റെ പോർഷൻ ഞാനൊന്ന് ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി ഒന്ന് പാടുകയാണ്. ഗമ പനി സഗാ മഗ സനി നി സാ സനി പ ഗമ പനി സഗാ മഗ സനി നി സാ സനി പ പാമ നി പ പമ മാമ മഗ പമ മഗ ഗ സനി സഗ ഗ സ അത് ഒരുമിച്ച് വരുമ്പോ ഇവിടുന്നാണ് ആദ്യത്തെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സ്റ്റാർട്ട് ചെയ്യും. വാർമുകിലെ അത് ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം അതിനായിട്ട് തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ നൊട്ടേഷൻസ് ഞാനിവിടെ കൊടുക്കാം. ഇനി അതിനെപ്പറ്റി പറഞ്ഞാൽ ഒരുപാട് ലെങ്തി ആയി പോകും വീഡിയോ, അതുകൊണ്ടാണ്. വാർമുകിലേ വാനിലേ വന്നു നിന്നാലോർമകളി ശ്യാമവർണ്ണൻ വാർമുകിലേ വാനിലേ വന്നു നിന്നാലോർമകളി ശ്യാമവർണ്ണൻ. അടുത്ത വരി. കളിയാടി നിൽക്കും കഥനം നിറയും യമുനാ നദിയാൽ മിഴിനീർ വഴിയും. കളിയാടി നിൽക്കും ഗമമപ കളിയാടി നിൽക്കും ഗമമപ പാസിനി പാസിനി പമപദ
നിൽക്കും കളിയാടി നിൽക്കും കഥനം നിറയും ഗമമധ നിരിസ സിമ കഥനം ഗമമധ നിരിസ നിറയും സിമ ഗമമപ ആണ് ആദ്യത്തത്. രണ്ടാമത്തത് ഗമമധ എന്ന് വരും. യമുന പാസിനി സഗ പനി സഗ എന്നാണ്. പക്ഷെ യമോ അവിടെ ഒരു തട്ട് വരുന്നുണ്ടല്ലോ, അപ്പോൾ പാസിനി ഒരു ടച്ച് നോട്ട് വരും. പാസിനി സഗ യമുന നദിയാ പാസിനി സഗ സനി പമ പമഗ മിഴിനീർ വഴിയും ഗമ പമഗ പമഗ സ മിഴിനീർ ഗമ പമഗ പമഗ സ വഴിയും. ഇത്രയാണ് ആ വരികൾ വരുന്നത്. അതിനുശേഷം വാർമുകിലെ വേറെ സംഗതിയാണ്. വാർമുകിലേ വാനിൽ വന്നു നിന്നാലോർമകളിൽ ശ്യാമവർണ്ണൻ. നൊട്ടേഷൻസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അനുപല്ലവി ഒരു അടി കഴിഞ്ഞിട്ടാണ്. പണ്ടു നിന്നെ കണ്ട നാളിൽ പീലി നീർത്തേ മാനസം ഗഗ ഗഗ സനി സമ മാമ മാമഗ സഗ പ പാപ പ ദ പദനി സാനി പ മഗ ഗഗ എന്ന് വരും. പാപ പ പീലി നീർ തേ ദ പദനി സാനി പ മഗ ഗഗ മാനസം ഗഗ ഗഗ മഗ ഗഗ എന്ന് വരും. ഈ വരി റിപ്പീറ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. പണ്ടു എന്ന് വരും. ആദ്യം പാടിയത് പണ്ടു, ഇത് പണ്ടു ഗ പമഗ പണ്ടു നിന്നെ കണ്ട നാളിൽ. അടുത്ത സംഗതി മാമ മാപ ഗമഗ സഗപ മാപ ഗമഗ സഗപ കണ്ട നാളിൽ. പീലി നിർത്തിയിട്ട് എവിടെയും വേറെ സംഗതിയാണ്. പീലി നീർത്തേ മാനസം എന്ന് വരും. പദനിരിസനി പമമഗ ഗഗ തേ മാനസം. അതാണ് രണ്ടാമത്തെ വ്യത്യാസം വരുന്നത്. അടുത്ത വരി മന്ദഹാസം ചന്ദനമായി മന്ദഹാസം. കേൾക്കുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നും, പക്ഷെ പാടി തുടങ്ങുമ്പോൾ മനസ്സിലാവും ഒന്ന് കൺട്രോൾ ചെയ്ത് പാടിയില്ലെങ്കിൽ അങ്ങ് പാളിപ്പോകുന്ന ഒരു സംഗതിയാണ്. മന്ദ ഗപ ഹാസം നീ സനി പനി ഗാരി സനി പമ മന്ദഹാസം ചന്ദനമായി മാമമ ഗപമ പമഗ. റിപ്പീറ്റ് പാടുമ്പോൾ ഈ മന്ദഹാസം ആ സമ്മിൻ്റെ അവിടെ കുറച്ച് എക്സ്ട്രാ സ്വരങ്ങൾ വരും. മന്ദഹാസം എന്ന് വരും. മന്ദഹാസം ചന്ദനമായി എന്നും വരും. ഗപ നീ സനി പനി ഗാരി രി സ സനി നി പ പ മ മന്ദഹാസം ചന്ദനമായി മാമമ ഗപമ പമമ ഗഗ. അത്രയേ ഉള്ളൂ. അത് കുറച്ച് എക്സ്ട്രാ സ്വരം വരുന്നു എന്നേ ഉള്ളൂ. ഹൃദയരമണ സഗമ പസാനി. സ്വരം വളരെ സിമ്പിളാണ്, ആ റൂട്ട് വളരെ സിമ്പിളാണ്, പക്ഷെ ആ പാടുന്ന ഒരു സ്റ്റൈലാണ് ശ്രദ്ധിക്കേണ്ടത്. ഹൃദയരമണ എന്ന് പിടിക്കരുത്, പ്ലെയിൻ ആയിട്ട് പാടരുത്. ഹൃദയരമണ എന്നാണ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്. ആ നാ എന്നുള്ളതും
ഞാൻ ഇതിനു മുൻപുള്ള ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. സംഗതികൾ, സ്വരങ്ങൾ, ട്യൂൺ എന്നതുപോലെ തന്നെ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. എങ്ങനെയാണ് അവിടെ വോള്യൂം കൺട്രോൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഹൃദയരമണ എന്ന് ഒരേ വോയിസിൽ ഒരു വോള്യത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സുഖം ഉണ്ടാവുമോ കേൾക്കാൻ? അത് ഇങ്ങനെ കുറച്ച് ഫെയ്ഡ് ചെയ്ത് കൊണ്ടുവരില്ലേ, അങ്ങനെ ചെയ്യണം. ഇപ്പോൾ റെക്കോർഡിങ്ങിനൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷെ ലൈവായിട്ട് നമ്മൾ പാടുമ്പോൾ ആ ഒരു ഫേഡിങ് നമ്മൾ തന്നെ നമ്മുടെ വോയിസിൽ കൊടുക്കണം. ഹൃദയരമണ. അടുത്തത് വളരെ എളുപ്പമാണ്. ഹൃദയരമണ നീ, അവിടെയാണ് നിൽക്കുന്നത്. പിന്നീട് വരുന്നത് ഇന്നെൻ്റെ വനിൽ കൊഴിഞ്ഞു പുഷ്പങ്ങൾ ജീവന്റെ താളങ്ങൾ. എളുപ്പമാണ്. സാ 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 നീ 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 പാ 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 മാ മാ മ സ. ഇന്നെൻ്റെ വനിൽ കൊഴിഞ്ഞു പുഷ്പങ്ങൾ ജീവന്റെ സാഗമ താളങ്ങൾ. പമഗ പമഗ സാ സാ. ഇന്നെൻ്റെ വനിൽ കൊഴിഞ്ഞു പുഷ്പങ്ങൾ ജീവന്റെ താളങ്ങൾ. പല്ലവിക്ക് ശേഷം വരുന്ന വാർമുകിലെ വേറെ ട്യൂണാണ്. വാർമുകിലേ വാനിൽ വന്നു നിന്നാലോർമകളി. അങ്ങനെയാണ് ആ സംഗതി വരുന്നത്. ഇനി ചരണം. അന്നു നീ മുന്നിൽ വന്നു പൂവണിഞ്ഞു ജീവിതം. ചരണത്തിലെ ആദ്യത്തെ വരി ആദ്യത്തെ തവണ പാടുന്നത് അനുപല്ലവി പോലെ തന്നെയാണ്. അപ്പോൾ അതേ നൊട്ടേഷൻസ് തന്നെയാണ് വരുന്നത്. രണ്ടാമത് പാടുമ്പോഴാണ് ട്യൂൺ ചേഞ്ച് വരുന്നത്. അന്നു എന്ന് വരും. അത് അനുപല്ലവിയിലും രണ്ടാമത് പാടിയപ്പോൾ അങ്ങനെയാണല്ലോ പാടിയത്. അന്നു നീ അന്നു നീ ഗപമഗ ഗമഗ സനി നി സമ ഗമഗ സനി നി സമ. അതൊരു ചേഞ്ചാണ്. അടുത്ത വരിയിലും സിമിലർ വരുന്നുണ്ട്. മുന്നിൽ വന്നു മാമ മാപമഗ സനി സാഗമ. മുന്നിൽ വന്നു പൂവണിഞ്ഞു എന്ന് വരും. പാപ പദനരി സനി ജീവിതം നവകമഗ. അടുത്ത വരി ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഗപനി സരി മഗനി സനി പപ മമ എന്നാണ്. തേൻകി ഗപ നാ നീ സരി മഗ കൽ നീ സനി പപ മമ തേൻകി നാ കൽ എന്നാണ്. നന്ദനമായി ഗമമ ഗമഗ പമമഗ തേൻകിനാ. രണ്ടാമത്തത് ഗപ ഗപനി സരി മഗ തേൻകിനാ നന്ദനമായി മാമമ സാനി പാമഗ. ഇത്രയും വ്യത്യാസങ്ങൾ അതിൽ വരുന്നുണ്ട്. നളിന നയന ആ യാ എന്ന അക്ഷരത്തിൽ നമ്മൾ ഹൃദയരമണ എന്നാണ് പാടിയത്. ചരണത്തില് നളിന നയന സഗമ പ സാരി സസനി എന്ന് വരും. പ്രണയ വിരഹം നിറഞ്ഞ വാഴ്വിൽ പോരുമോ വീണ്ടും വീണ്ടും എന്നാണ് പാടുന്നത്. പമമഗ പാമഗ സാസ. അനുപല്ലവിയില് ജീവന്റെ താളങ്ങൾ പമഗ പാമഗ സാസ. ഇവിടെ വീണ്ടും പമമഗ പാമഗ സാസ. ആ കുഞ്ഞി ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ അനുപല്ലവിയിൽ ഇങ്ങനെ ചരണത്തിൽ ഇങ്ങനെ എന്ന് എടുത്തു പറയുന്നത്. ആ ഒരു വ്യത്യാസം മനസ്സിലാവാൻ വേണ്ടിയിട്ടാട്ടോ. ചരണത്തിന് ശേഷം വാർമുകിലെ പാടുന്നത് വാർമുകിലേ എന്നാണ്. പിന്നീട് കളിയാടി നിൽക്കും കഥനെന്നറിയും ആ ഒരു വരി പാടണം. അതില് കളിയാടി നിൽക്കും കഥനം നിറയും എന്നാണ്. കഥനം ഗമധപമധ കഥനം നിറയും. പിന്നീട് യമുന യമുന ഗമ പനി സദാ എന്നാണ്.
നദിയായി മിഴിനീർ വഴിയും വാർമുകിലേ വാനിനെ വന്നു നിന്നാലോർക്കളിൽ ശ്യാമവർണ്ണൻ. ഈ ഒരു പാട്ടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് വാർമുകിലി എന്ന ആ ഒരു വരി വ്യത്യസ്തമായ സംഗതികളിൽ പാടുന്നതാണ്. അതിനെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രത്യേകമായി ഞാനൊരു വീഡിയോ ഇതിനു മുൻപ് ചെയ്തതുകൊണ്ടാണ് ഇതിൽ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായി വിശദമായി ഞാൻ പറയാത്തത്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കൂ. മറ്റൊരു ഗാനവുമായി വീണ്ടും കാണുന്നത് വരെ എവർക്കും നന്ദി, നമസ്കാരം.